ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അച്ചൻകോവിൽ വഴി തെങ്കാശി. രാവിലെ ഒരു ആക്സിഡൻറ്റ്. അപ്പോൾ റോഡാണ്, സ്വാഭാവികമായും അതൊക്കെ സംഭവിക്കും. പക്ഷേ നമ്മളതെല്ലാം സൂക്ഷിച്ച് പോകണം. സമയം ഇപ്പോൾ രാവിലെ 8 മണിയായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആലപ്പുഴ നൂറനാടിൽ നിന്നാണ്. അപ്പം നമുക്ക് പോകേണ്ടത് കോന്നി വഴി കല്ലേലി, അവിടെ നിന്ന് അച്ചൻകോവിൽ, പിന്നെ അവിടെ നിന്ന് നമ്മൾ തെങ്കാശി. ഇതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ 2 ദിവസത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാനും വൈഫും കൂടിയാണ് പോകുന്നത്. അപ്പോൾ അച്ചൻകോവിൽ റൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ അവിടെ ബൈക്ക് ഇപ്പോൾ കടത്തി വിടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. എന്തായാലും നമുക്ക് പോയി നോക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ ഇഷ്ടം പോലുള്ള സ്ഥലമാണ്. അവിടെ എപ്പോഴും ബൈക്ക് കടത്തി വിടുമോ, ഏതെങ്കിലും ടൈമിങ്ങിനാണോ, ഏതെങ്കിലും ബസ് പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ വലിയ വണ്ടി പോകുന്നതിൻ്റെ പുറകിലോ കയറ്റി വിടുന്നതാണോ എന്നുള്ള കാര്യം അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അതല്ലെങ്കിൽ ബാക്കപ്പിനായിട്ട് വേറൊരു റൂട്ട് കൂടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. സമയം ഇപ്പോൾ 8 മണിയായില്ല. അവിടെ എത്തുമ്പോൾ ഏകദേശം 9-9:30 ആവും. കയറ്റി വിടും എന്ന് പ്രതീക്ഷിക്കാം. ബാക്കി കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാത്ത റൈഡായതുകൊണ്ട് കുറച്ച് ലേറ്റായി. ബൈക്കൊക്കെ ഒന്ന് സെറ്റാക്കി, കുറച്ച് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ചിങ്ങനെ പോവാണ്. വഴിയിൽ വെച്ച് നിൽക്കില്ല എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നമ്മൾ പന്തളത്തോട്ട് പോകുന്ന റൂട്ടാണ്. നൂർനാട് എന്നുള്ളൊരു ഷോർട്ട് കട്ടാണ്. നമുക്ക് ആദ്യം പോയി ഇന്ധനം അടിക്കണം. നമ്മളിപ്പോൾ കോന്നി റൂട്ടിലോട്ട് കയറിയിരിക്കാം. നല്ല കിടിലൻ റൂട്ട്. 2 സൈഡും ഫുള്ളും പച്ചപ്പും, പിന്നെ അതുപോലെ തന്നെ നല്ല രാവിലെ ഇങ്ങനെ ഉണർന്നു വരുന്ന സൂര്യ വെളിച്ചവും. നല്ല റോഡാണ്, ഭയങ്കര സ്മൂത്തായിട്ടുള്ള റോഡാണ്. ചുമ്മാ പണിത് വെച്ചേക്കുന്ന റോഡ് പോലെ തോന്നിയില്ല. അത്യാവശ്യം നല്ല റോഡ്. നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് പോകാം. പക്ഷെ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട്. നമ്മളതിനനുസരിച്ച് സൂക്ഷിച്ച് പോകണം. ചേട്ടന്മാർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. നല്ലൊരു കാര്യം, വളരെ നല്ലൊരു കാര്യം. ഇതൊക്കെ ശരിക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമാണ്. എൻ്റെ നാട്ടിലാണെങ്കിൽ ശരി, മറ്റാരുടെ നാട്ടിലാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പട്ടിസാറും നടക്കുന്നൊക്കെ കിടലും വീടുകളും എന്ത് ഭംഗിയാണല്ലേ ഈ റോഡുകളൊക്കെ. കാര്യം 2 സൈഡും ആ മഞ്ഞ പൂക്കളും ചെടികളും, സൈഡ് വാഴത്തോട്ടങ്ങളും കാര്യങ്ങളും. അത്യാവശ്യം നല്ല വൈബ് തന്നെയാണ്. എൻജോയ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാം. അപ്പോൾ അവിടെയാണ് നമുക്കറിയുള്ളൂ ബൈക്ക് കയറ്റി വിടുമോ ഇല്ലയോ എന്നുള്ളത്. എന്തായാലും അവിടെ പോയി ചോദിക്കാം. എത്താറായെന്ന് തോന്നുന്നു. ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് എത്ര ദൂരം ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ആ ചെക്ക് പോസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ലോകമാണ്. ശരിക്കും നമ്മൾ ഡീപ്പ് ഫോറസ്റ്റിനകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനെ എവിടെയെങ്കിലും സൈറ്റ് ചെയ്യാം. അറ്റാക്ക് ചെയ്യുന്ന ആനിമൽസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാം അവരുടെ മൂഡ് പോലെ ഇരിക്കും. നമ്മൾ മാക്സിമം അവരെ പ്രൊവോക്ക് ചെയ്യാതെ അവരുടെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് ഒരു സൈഡിലൂടെ നമ്മൾ പോവുക. അവർക്ക് അവരുടെ പണി, നമുക്ക് നമ്മുടെ പണി എന്നുള്ള രീതിക്ക് പോവാം. അല്ലാതെ അവരെ കയറി ചൊറിയാനോ അടുത്തു എന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഫോണടിച്ച് പ്രൊവോക്ക് ചെയ്യാനോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. ചാൻസ് ഇല്ല. കാര്യം ശബരിമല സീസണാണ്. ഒത്തിരി വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങളൊക്കെ കാട്ടിനകത്ത് കയറിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ റൂട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ടായിരിക്കും വണ്ടികളെ കടത്തി വിടുന്നത്. കാരണം ചിലപ്പോൾ അയ്യപ്പന്മാർ നടന്നു വരുന്ന റൂട്ടൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കാം നമുക്ക് അവിടെ പോയിട്ട്. അനിമൽസിനെ വല്ലതും സൈറ്റ് ചെയ്യാൻ പറ്റിയാൽ ഭാഗ്യം. പിന്നെ ലക്ക് എന്നൊരു ഫാക്ടർ കൂടി ഉണ്ട്.
എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്ന് പറയുന്നതാണ് എൻ്റെ അവസ്ഥ. എവിടെ നമ്മൾ ആഗ്രഹിച്ച് പോയി കഴിഞ്ഞാലും അവിടെ കിട്ടാനുള്ള ചാൻസ് ഇല്ല, കിട്ടില്ല, അങ്ങനെ വേണം പറയാൻ. അത്രയും ഭാഗ്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് ആനിമൽ സൈറ്റിങ്സോ അല്ലെങ്കിൽ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ധൈര്യമായിട്ട് പോവാം എന്നുള്ളൊരു മൈൻഡിലാണ് പോകുന്നത്. കാര്യം ഞാനായതുകൊണ്ട് അത്രയും ഉള്ളൊരു കോൺഫിഡൻസാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒത്തിരി അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓരോ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകുമ്പോഴും ഒന്നും കാണാറില്ല. എന്നിട്ട് അവർ ലാസ്റ്റ് ഗൈഡുമാർ പറയും കഴിഞ്ഞ ടീമിന്, ഇന്നലെ വന്ന ടീമിന് അത് കിട്ടി, ഈ അനിമൽസിനെ സൈറ്റ് ചെയ്യാൻ പറ്റി, റയറായിട്ടുള്ള അനിമൽസിനെ സൈറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയും. പക്ഷെ നമുക്കങ്ങനൊരു കാര്യം ഇതുവരെ കിട്ടിയിട്ടില്ല. ലക്കൂടെ വേണം. പിന്നെ എല്ലാം ടൈമിംഗ് ആണ്. അവർ നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയയിലോട്ട് വരുന്നൊരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഉള്ളൂ എല്ലാം ലക്ക്. നമുക്ക് നോക്കാൻ താല്പര്യം. നമുക്ക് ഇവിടെ നിന്നൊരു ഡീവിയേഷനാണോ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. കല്ലേൽ അച്ചൻകോവിൽ സ്ട്രെയിറ്റാണ് കാണിക്കുന്നത്. സ്ട്രെയിറ്റ് പോകാം. ഞാൻ ചെക്ക് പോസ്റ്റ് എത്താറായി. ഇവിടെയാണോ നമുക്ക് പോകേണ്ട റൂട്ടും കാര്യങ്ങളും പോലെ. തെങ്കാശിയിലോട്ടാ മാഡം. ബൈക്ക് രാവിലെ എത്ര മണി മുതൽ കടത്തിവിടും? 7 മണി തൊട്ടല്ലേ? 5 മണി വരെയാണോ? 5 മണി വരെ. ഇല്ല, അങ്ങനെ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്ന് കുറച്ചൊന്ന് ഉള്ളിലോട്ട് വന്നു. കുറച്ചല്ല, ഒരു 100 മീറ്റർ. അവിടെ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും വണ്ടി നമ്പർ, ഫോൺ നമ്പർ, എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യം ജസ്റ്റ് എൻട്രി ചെയ്യണം. ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ബൈക്കുകൾ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് അലൗഡ് ചെയ്യുന്നത്. അച്ചൻകോവിൽ റൂട്ട് അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടാണ്. ഇഷ്ടംപോലെ ആനശല്യം ഉണ്ടെന്ന് ഇപ്പോൾ അവിടുത്തെ ഓഫീസർ പറഞ്ഞായിരുന്നു. പിന്നെ വണ്ടി മാക്സിമം കാട്ടിൽ നിർത്താതിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആനിമൽസിന് ഭയങ്കര ശല്യമായിരിക്കും. നമ്മളിങ്ങനെ നല്ല കിടിലൻ റൂട്ടാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ട് പതുക്കെ ഡ്രൈവ് ചെയ്ത് കാടൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റിയ നല്ല കിടിലൻ റൂട്ടാണ്. ഇവിടെ ചെറിയ ചെറിയ അമ്പലങ്ങളാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. അത് കഴിഞ്ഞാൽ കല്ലേലി ഒരു മൂപ്പൻ്റെ അമ്പലമുണ്ട്. ആ അമ്പലം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞാലാണ് കുറച്ചുകൂടെ ഡീപ്പാണ് വന്നത്. കുറേ ആളുകളൊക്കെ അതേ കല്ലേലി എത്താറായി. കുറേ ആളുകളൊക്കെ ഇങ്ങോട്ട് കല്ലേലേക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ചെറിയൊരു റൂട്ടാണ്. കാറ് കൊണ്ട് വന്നു കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ആനശല്യം ഇഷ്ടംപോലുള്ള സ്ഥലങ്ങളാണ്. കണ്ടില്ലേ, വൈൽഡ് ലൈഫ് ക്രോസിങ്, ഇഷ്ടംപോലെ ആനത്താരകളുണ്ട്. നമുക്ക് മാക്സിമം ശ്രദ്ധിച്ച് പോവാം. എവിടെയെങ്കിലും എന്തെങ്കിലും സൈറ്റിങ്സ് എന്തെങ്കിലും കിട്ടിയാലായി. ചെങ്കോവിലേക്ക് ശരിക്കും അവിടെ നിന്ന് 45 കിലോമീറ്ററോളം ഉണ്ട്. നമ്മൾ ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ നിന്ന് നമുക്ക് 10-30 കിലോമീറ്ററോളം പോകാനുണ്ട്. അതാണ് ഭയങ്കര ഡീപ്പായിട്ടുള്ള കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാർ താമസമൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡും ഭയങ്കര മോശമാണ്. പിന്നെ അതുപോലെ തന്നെ ആൾക്കാരുടെ താമസമില്ല. മഴ 2 ദിവസം ഇവിടെ പെയ്തോ ഇല്ലയോ എന്നുള്ള അറിയില്ല. മഴ പെയ്തിട്ടുണ്ടെങ്കിൽ റോഡിൽ മൊത്തം ചെളിയായി സ്ലിപ്പാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന റോഡിന് പാരലായിട്ടാണ് അച്ചൻകോവിൽ ആറ് ഒഴുകുന്നത്. അതിൻ്റെ എവിടെയെങ്കിലും നല്ല കിടിലൻ സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിർത്താം. ഇതൊക്കെ ഫോറസ്റ്റിൻ്റെ ഓഫീസാണോ പ്രൈവറ്റ് ഏരിയ ആണോ എന്നുള്ളത് അറിയില്ല. ഇത് ഫോറസ്റ്റ് ഓഫീസാണ്. ആ
സൈഡ് മൊത്തം കാണുന്നത് പൈനാപ്പിൾ തോട്ടങ്ങളാണ്. സൈഡ് മൊത്തം അവിടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സൈഡ് മൊത്തം തേക്ക് മരങ്ങളാണ്. അച്ചൻകോവിലാറ് ഇങ്ങനെ ഒരു സൈഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിന് പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷേ ഇത് നമ്മൾ ഫീൽ ചെയ്യണം. നമ്മൾ ഈ റൂട്ടുകളൊക്കെ പൊതുവെ ഇതിനകത്ത് കാണാൻ മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ മാത്രമായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കാട് ആസ്വദിക്കുക, നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് പോവുക എന്നുള്ളത് മാത്രം. ഇവിടെ അടുത്തൊരു ജംഗ്ഷൻ വരുന്നുണ്ട്, അച്ചൻകോവിൽ സ്ട്രെയിറ്റ്. നമ്മൾ അച്ചൻകോവിൽ റോഡിലോട്ട് കയറി. ഇനി റോഡ് ഇതുപോലെ ആയിരിക്കും. അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ആനശല്യമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളിനി സൂക്ഷിച്ച് വേണം പോകാൻ. ഇനി കുറേ കിലോമീറ്റർ ഏകദേശം ഇതുപോലെ ആയിരിക്കും. ഓരോ കോർണറുകളും നമ്മൾ സൂക്ഷിച്ച് വേണം പോകാൻ. ആനയുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്. കാര്യം റോഡ് എങ്ങനെയാണ് അതുവരെ. കാർ കൊണ്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിയിൽ തട്ടാനും മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. എവിടെയാണ് ആന ഉണ്ടാവുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഓരോ ജംഗ്ഷനും ഓരോ കോർണറും സൂക്ഷിച്ച് വേണം പോകാൻ. സൈഡിലൂടെ ആന ഉണ്ടെങ്കിൽ ക്യുക്കായിട്ട് തിരിക്കേണ്ടി വരും. ഇതാണ് റൂട്ട്. റോഡൊക്കെ അത്യാവശ്യം മോശം റോഡാണ്. സൈഡിലൂടെ ആനയൊക്കെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം റബ്ബർ തോട്ടങ്ങളാണ്. ഭയങ്കര ഭീകരതയുള്ള കാട് കണ്ടില്ലേ. ഇവിടെ അയ്യപ്പന്മാർ നിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പോകുന്ന അയ്യപ്പ ഭക്തന്മാരാണ്. സൈഡിൽ എവിടെയെങ്കിലും ആനയുണ്ടോ നോക്കിയിട്ട് വേണം പോകാൻ. കണ്ടോ, മൊത്തം ആനപ്പിണ്ടവും കാര്യങ്ങളൊക്കെയാണ്. അയ്യപ്പ ഭക്തന്മാരെ കണ്ടു. അവരാനയുണ്ടെന്നൊന്നും പറഞ്ഞില്ല. തോന്നുന്നു ആന ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ധൈര്യം സംഭരിച്ച് പോകാമെന്ന് മാത്രം. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും അറിയില്ല. ആനത്താരകളാണ് ഇവിടെയൊക്കെ നിർത്തുന്നത്. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യം എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഫ്രണ്ടിലൊരു വണ്ടി പോകുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കാനില്ലായിരിക്കണം.
റോഡ് ഭയങ്കര മോശമാണ്. നമ്മുടെ ചെറിയ വണ്ടിയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടി തട്ടാനുള്ള ചാൻസ് ഭയങ്കര ഉണ്ട്. റോഡുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡുണ്ട്, പക്ഷേ റോഡില്ല. ബൈക്കുകൾക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. എന്നാലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ എടുത്തിട്ട് വേണം വരാൻ കേട്ടോ. ആന ഇതെല്ലാം കുത്തി മറിച്ചിട്ടേക്കുക. നല്ല കിടിൽ റൂട്ടാണ് കേട്ടോ. പക്ഷേ കാടിന് ഇഷ്ടമുള്ളവർക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ റൂട്ടാണ് കേട്ടോ. ആന ഇറങ്ങി വന്ന സ്ഥലങ്ങൾ. ഫ്രണ്ടിലൊക്കെ വണ്ടി പോയതുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്ത് പോവാം. കുറച്ച് സൈലൻ്റായിട്ട് പോകും. ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് കാറിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടി എന്തായാലും മുട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നോക്കിയിട്ടാണ് പോകുന്നത്. എവിടെയെങ്കിലും അനക്കമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കേസ്. ഓരോ ആനത്താരകൾ, ഫെൻസിങ് ഒക്കെ കണ്ടോ. ഇത് റോഡില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കാറിൻ്റെ അടി മുട്ടും, ഉറപ്പാണ്, ഒരു സംശയമില്ല. ചെറിയ വണ്ടികളൊന്നും ഇങ്ങോട്ടേക്ക് അധികം വരാതെ നോക്കുക. കാര്യം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ അടി മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും മോശമാണ്. നിങ്ങൾക്ക് കാണുന്ന സമയത്ത് എത്രത്തോളം ഡെപ്ത് എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഉണ്ടോ, സ്റ്റാൻഡ് തട്ടി. എവിടെയെങ്കിലും കാലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോകാൻ. ഇനിയും നമുക്ക് 10-30 കിലോമീറ്ററോളം നമുക്ക് പോകണം. ഞാനെന്താ സൈഡിലോട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് എവിടെയെങ്കിലും അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. കണ്ടു സൈഡ് അച്ചൻകോവിൽ ആറൊഴുകുക വളരെ സുന്ദരമായിട്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. നമുക്കിനി പോവാം. ഇതൊരു ഫാമിലിയാണ്. എനിക്ക് തോന്നുന്നു അവരുടെ സ്ഥലം ഇവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും മുന്നോട്ട് പോകാം. ചെറിയ ചെറിയ വറ്റിക്കിടക്കുന്ന അരുവികളൊക്കെ ഉണ്ട്. എണ്ണക്കിടലും റൂട്ടാണ്. ഹോൺ അടിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. ഓരോ ജംഗ്ഷനും സൂക്ഷിച്ച് വേണം പോകാൻ. അരുവികളൊക്കെ ഉണ്ട്. ഇതുണ്ടോ വഴി ഇവിടെ പൊട്ടി തകർന്നേക്കാണ്. നമ്മൾ ഈ ചെളിയിലൂടെ വേണം പോകാൻ. അവിടെ വഴിയില്ല, റോഡില്ല. ഇതാണ് ഇവിടുത്തെ വഴിയുടെ അവസ്ഥ. ചെളി എവിടെയൊക്കെ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല.
വഴിയൊക്കെ ഭയങ്കര മോശമാണ്. അവിടെ റോഡ് കുറച്ച് ഭാഗം പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു ഡീവിയേഷൻ അവർ സെറ്റാക്കിയിരിക്കുന്നത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു കാടാണെന്ന് തോന്നുന്നു. വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ കാര്യങ്ങളൊന്നും ഇവിടെ അവിടെ സൂക്ഷിക്കുക. ഇവിടെ ഒരു ചേട്ടൻ പണിയെടുക്കുന്നുണ്ട്, ചുമ്മാ വേണേൽ ചോദിച്ചോക്കാം. ചേട്ടാ, ആന വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പോയിട്ടുണ്ടല്ലേ? ഓക്കെ. ഞാൻ വരുമ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ, ഭാവിച്ചെല്ലുന്നിടം ആനയില്ല, വേറെ വണ്ടികൾ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞു. ആനയൊന്നും ഇറങ്ങിയിട്ടില്ല, നമുക്ക് ധൈര്യമായിട്ട് പോവാം. ഇങ്ങനെയുള്ള റോഡുകളാണ് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ടത്, ഈ അടിക്കാടുകളുള്ളത്. അടിക്കാടിനിടയിൽ ആന മേഞ്ഞാൽ പോലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. രാവിലെ വണ്ടികൾ ഇതിൽ പോയിട്ടുണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ആനകളൊക്കെ നിൽക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനുള്ളിലൊക്കെ നിൽക്കാൻ ചാൻസ് ഉള്ളൂ. കണ്ടോ, ഇതെല്ലാം ആന പൊട്ടിച്ചിട്ടേക്കുക. ഫോറസ്റ്റിൻ്റെ അവിടെ ഷെഡ് കാണുന്നുണ്ട്. കിടിലൻ വ്യൂ. ഇടയ്ക്കിടയ്ക്ക് ഫോറസ്റ്റ് സ്റ്റേഷനുണ്ട്, മയിലുകൾ. അച്ചൻകോവിൽ അത്യാവശ്യം വെള്ളം കുറവാണ്. അച്ചൻകോവിൽ കിടിലൻ റൂട്ടാണ്. എൻ്റെ മോനെ, കിടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ റൂട്ട്. ചുറ്റും ചെറിയ തേക്ക് മരങ്ങളാണ്, അധികം വലുപ്പമില്ലാത്ത ചെറിയ തേക്ക് മരങ്ങൾ. എൻ്റെ മോനെ, കിടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം, ഒന്നും പറയാനില്ല. എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന സെയിം റൂട്ട്. ഭയങ്കര അഡ്രിനലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. എന്ത് കിടൽ റൂട്ടാണ്. നമ്മൾ ഓരോ ടേണിങ്ങും സൂക്ഷിച്ചാണ് പോകുന്നത്. നമ്മൾ അത്യാവശ്യം ഫോറസ്റ്റ് റൂട്ട് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഇവിടെ നിന്ന് എങ്ങനെ പോകണമെന്ന് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മളിനി അധികം പേടിക്കേണ്ടില്ലാത്തൊരു റോഡാണ്. കാര്യം ഇതിലൂടെ KSRTC കാര്യങ്ങളെല്ലാം പുനലൂരിൽ നിന്ന് അച്ചൻകോവിലോട്ട് വരുന്ന വഴിയായത്. ഇതിലൂടെ നമുക്ക് അച്ചൻകോവിൽ പോവാം. ഇവിടെ സൈഡ് ഇഷ്ടംപോലെ നല്ല അമ്പലങ്ങളുണ്ട്. ഇവിടെ നിർത്തിയൊരു ഫോട്ടോ ഭയങ്കര നമ്മൾ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇപ്പോൾ ഒരു KSRTC അങ്ങോട്ട് പോയി, അതിനുശേഷം വേറൊരു വണ്ടിയും പോയിട്ടില്ല. നോക്കിയേ, അതേ കാണുന്നൊരു അമ്പലം, ഫുള്ള് സൈഡ് മൊത്തം കാടാണ്. അതിന് നടുക്ക് നമ്മൾ മാത്രം. ഇവിടെ നിന്ന് നമുക്ക് സമാധാനത്തിൽ പോവാം. ഇത്രയും നേരം സമാധാനമായിരുന്നു വന്നത്. പക്ഷെ ഒരു ഉള്ളിലൊരു ഭയങ്കര പേടി ഉണ്ടായിരുന്നു. കാര്യം റോഡ് ഭയങ്കര മോശമാണ്, ചെറിയ റോഡാണ്. പക്ഷെ ഇനി നമുക്ക് ആ പ്രശ്നമില്ല. ഇനി റോഡ് അത്യാവശ്യം വലിയ റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ വന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് റൂട്ട് അടിപൊളിയായിട്ട് ആസ്വദിച്ച് പോവാം. അപ്പോൾ റൂട്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിടിലൻ റൂട്ട്, ഒന്നും പറയാനില്ല. നമ്മുടെ ഇടുക്കിയിലോ വയനാട്ടിലോ ഇതുപോലെ റൂട്ടുകളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സുൽത്താൻ ബത്തേരി പോകുന്ന സമയത്ത് വയനാട് ഇതുപോലെ റൂട്ടുണ്ട്. പക്ഷെ ഇവിടെയും സൈഡ് ആനപ്പിണ്ടങ്ങളൊക്കെ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ നേരത്തെ ആനകൾ ഒരിക്കലും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. കാര്യം അച്ചൻകോവിലോട്ട് വണ്ടികൾ പോകുന്നതാണ്. ഇപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ഇത് പുനലൂരിൽ നിന്ന് വരുന്ന റൂട്ടാണ്. ശരിക്കും ബൈ റോഡ് കാർ കൊണ്ട് അടിപൊളിയായിട്ട് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുനലൂർ വന്ന് അവിടെ നിന്ന് ഈ റൂട്ട് പിടിക്കണം. നമ്മൾ ബൈക്ക് കൊണ്ടായത് കോന്നി വഴി ഇങ്ങോട്ട് കയറിയത്. പിന്നെ നമുക്ക് കാട് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടും നമ്മൾ ആ വഴി കയറിയത്. അല്ല അമ്പലത്തിലോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പുനലൂർ വഴി വരുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാര്യം റോഡും അടിപൊളി റോഡാണ്, വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് എൻജോയ് ചെയ്ത് വരാം ഫാമിലിയൊക്കെ ആയിട്ട്. മറ്റേതാകുമ്പോൾ റോഡാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാ കിടലൻ റൂട്ടാണ്. ശരിക്കും നമ്മുടെ ജോലി ഭാരത്തിൽ നിന്നൊക്കെ നമുക്കൊരു റിലീഫ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ലീവ് സമയങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള റൂട്ടുകളിലോട്ട് പോകാം. ഇത് ശബരിമലയ്ക്ക് പോയിട്ട് വരുന്ന വണ്ടികളൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അല്ല അച്ചൻകോവിൽ പോയിട്ട് വരുന്ന വണ്ടികളൊക്കെ ആയിരിക്കും. സൈഡ് അച്ചൻകോവിലാറിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളമില്ല, അല്ലെങ്കിൽ ഇത് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ചില സമയങ്ങളിൽ നമുക്ക് വെള്ളം ഇവിടെയും എത്തും. കിടുകാച്ചി റോഡ്, ഇങ്ങനെ എൻജോയ് ചെയ്ത് വരാം. നമുക്കിനി ഇവിടെ നിന്ന് 10 കിലോമീറ്ററോളം ഉണ്ട് അച്ചൻകോവിലോട്ട്. അതിൻ്റെ സൈഡ് പുഴയിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിക്കുന്നു. ഫോറസ്റ്റ് ഓഫീസാണ്, ചേമ്പാല ഫോറസ്റ്റ് ഓഫീസ്. കുരങ്ങുകളാണ്. അങ്ങനെ ഫസ്റ്റ് സൈറ്റ്, ഇത്രയും ഡീപ്പ് ഫോറസ്റ്റിനകത്ത് വന്നിട്ടുള്ള ഫസ്റ്റ് സൈറ്റിങ്. അവന്മാരകത്ത് കയറി ഇതേ താഴെ കൂടെ പോകുന്നു. വെള്ളം അത്യാവശ്യം തെളിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് റൂട്ട്. സമാധാനം ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്നത് ഇതുപോലുള്ള റൂട്ടിലോട്ട് വരുമ്പോഴാണ്. ഇതിങ്ങനെ നമുക്ക് ആസ്വദിച്ച്, ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും നമുക്കിതിങ്ങനെ ആസ്വദിച്ച് കാഴൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നല്ല ഫ്രഷ് എയർ ശ്വസിച്ചൊക്കെ പോകുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു മൊമെൻ്റ്, ആ ഒരു വൈബുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എല്ലാവർക്കും എൻ്റെ വൈബാണെന്നില്ല, പലർക്കും പലതായിരിക്കും വൈബ്. നമ്മളെങ്ങനെ കയറ്റും ഇറക്കും എല്ലാം കയറി പോയിക്കൊണ്ടിരിക്കും. വീണ്ടും കാടിൻ്റെ ഡെപ്ത് കൂടി വന്നു, അടിക്കാടുകൾ കൂടും, കുറച്ചുകൂടെ കാട് ഡേഞ്ചറസ് ആയി.
നമ്മൾ ഇനിയും കുറച്ച് ദൂരം കൂടെ നമുക്ക് പോകാനുണ്ട്. ഈ സ്വാമിമാരുടെ വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും നമുക്ക്. ഇതേ അവിടെ ഒരു വണ്ടി സ്വാമിമാർ കുളിക്കാൻ അറിയുന്നതാണ്. ഓ, ചുറ്റും നല്ല അടിപൊളി കാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി കിടിലൻ കാട്. ആനപ്പിണ്ണങ്ങളൊക്കെ ഇഷ്ടം പോലെ സൈഡ് കിടക്കുന്നുണ്ട്. ഒരാഴ്ച പഴക്കമാവാം, 2 ആഴ്ച പഴക്കമാവാം. അടുത്തിടെ പഴക്കമുള്ളതൊന്നും കണ്ടില്ല. അതാ ഈ ശബരിമല സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റുകാരും അത്യാവശ്യം ആക്റ്റീവായിരിക്കും. അതുപോലെ തന്നെ ആനിമൽസും ഉള്ളിലോട്ട് കയറിപ്പോവും. ശബരിമല സീസൺ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. എന്തായാലും ഇനിയും ഈ റൂട്ട് വരണം. നല്ല കിടിലൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ റൂട്ടാണ്. സൈഡ് അച്ചൻകോവിൽ, വേറൊന്നും പറയാനില്ല. കാര്യം ഇങ്ങനത്തെ റൂട്ടിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കൂടുതലും സൈലൻ്റായിട്ട് ഇരിക്കാറ്. തീർത്ഥാടനത്തിന് പോയ KSRTC പുനലൂർക്ക് പോകുന്നത് സ്ലിപ്പായി പോകും. കിടിലൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇങ്ങനത്തെ റൂട്ടൊക്കെ പോകുന്ന സമയത്ത് കൂടുതലും ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ഞാൻ ആ ഒരു എൻജിൻ സൗണ്ട് ആസ്വദിച്ച് ആ കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് ആ അച്ചൻകോവിൽ റൂട്ട് കയറിയപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത്. ഞാൻ കൂടുതൽ ആസ്വദിക്കായിരുന്നു. പിന്നെ അത്യാവശ്യം പേടിയുണ്ടായിരുന്നു, അത് വേറെ. നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട റൂട്ട് തന്നെ അടിപൊളി. അത്രയും വൈബെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വൈബാണ്. ഈ ആനയൊക്കെ മുള ഒക്കെ കുത്തിയിട്ടേക്കുന്നു. ഇതൊക്കെ ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നമ്മൾ വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിനകത്ത് പോകുന്ന സമയത്തും ഏകദേശം ഇതുപോലുള്ള റൂട്ടുകൾ. പക്ഷെ അവിടെ ഇത്രയും ദൂരമില്ല. അവിടെ കുറച്ചുകൂടെ ഷോർട്ട് റൂട്ടാണ്. ഏകദേശം അച്ചൻകോവിൽ അടുക്കാറായി. വീടുകളും ബിൽഡിങ്ങുകളും. സർക്കാർ തടി ഡിപ്പോ അച്ചൻകോവിൽ. ഫോറസ്റ്റിൻ്റെ വണ്ടികളൊക്കെ പോകുന്നത്. ഏകദേശം വീടുകളൊക്കെ ആയി തുടങ്ങി. ബസ് സ്റ്റോപ്പ്, പഴയ കെട്ടിടം. എന്ത് കെട്ടിടമെന്ന് മാത്രം അറിയാം. സൈഡെല്ലാം കേരള ഫോറസ്റ്റിൻ്റെ തടി ഡിപ്പോയാണ്. ഫോറസ്റ്റിൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അച്ചൻകോവിൽ ക്ഷേത്ര പരിസരത്തി. ഒരു കിടിലിനൊരു സ്പോട്ട് കിട്ടി. അപ്പം നിർത്തിയതാണ്. ഇങ്ങനെ ആറൊഴുകി വരുന്നു. നമുക്കിതിലേ നടന്നു പോകാം. പക്ഷെ ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് കേട്ടോ. കഴിക്കാൻ അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. അത് കാണുന്നൊരു ചെക്ക് ഡാമാണ്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അരുവി ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. എന്തായാലും നോക്കാം, ഇറങ്ങി നോക്കാം. അപ്പോൾ ഇതാണ് വ്യൂ. ഒരു കിടിലൻ സ്പോട്ട് കണ്ട് നിർത്തിയത് അച്ചൻകോവിലിനടുത്ത്. ഓ, കിടിലൻ. ഒരു ചെക്ക് ഡാമാണ്. ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ എന്ത് രസമല്ലേ. കെട്ടിയ ചെക്ക് ഡാം പൊട്ടിപ്പോയിട്ട് അപ്പുറത്തുനിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ്. ഈ ഭാഗമെല്ലാം പൊട്ടിയേക്കുന്നതാണ്. ശരിക്കും നമുക്ക് അതിലൂടെ അങ്ങനെ നടന്നു വരാം. സ്പോട്ടും കഴിഞ്ഞ് വണ്ടി എടുത്തു. ഇനി അടുത്തൊരു സ്പോട്ട് ഗൂഗിൾ മാപ്പിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഈ മീൻ കഴുകിയ വെള്ളമൊക്കെയാണല്ലേ. ഇതിലൊക്കെയാണ് കിടന്ന് കാല് കഴുകിയത്. അപ്പോൾ വെരി നൈസ്.